നമസ്കാരം കൂട്ടുകാരെ, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു രസകരമായ കഥ പറഞ്ഞുതരാം. നമ്മുടെ കഥയിലെ നായകൻ ഒരു കുഞ്ഞുറുമ്പാണ്. അവന്റെ പേര് ചിഞ്ചു. ചിഞ്ചു വളരെ മിടുക്കനും ചുറുചുറുക്കുള്ളവനുമായ ഒരു ഉറുമ്പായിരുന്നു. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു ചിഞ്ചുവും അവന്റെ കൂട്ടുകാരും ഉൾപ്പെടുന്ന ഉറുമ്പുകളുടെ വലിയൊരു കോളനി. അവിടെ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. എല്ലാ ദിവസവും രാവിലെ ഉണർന്നാൽ ചിഞ്ചുവിന്റെ ആദ്യത്തെ പണി ആഹാരം തേടി പോകുക എന്നതാണ്. ഞാൻ പോയി ഭക്ഷണം കൊണ്ടുവരാം എന്നു പറഞ്ഞ് അവൻ ഊർജ്ജസ്വലനായി പുറപ്പെടും. അവന്റെ കൂട്ടുകാരായ മിട്ടുവും കിട്ടുവും അവനോടൊപ്പം കൂടും. അവർ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിപ്പോകും. ഒരു ദിവസം അവർ കുറച്ചു ദൂരം കാടിനുള്ളിലേക്ക് നടന്നുപോയി. അവിടെ നിറയെ പൂക്കളും മരങ്ങളും പക്ഷികളുമുണ്ട്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത്! മിട്ടു അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, നമ്മൾ ഇതുവരെ കാണാത്ത എത്രയെത്ര കാഴ്ചകൾ! ചിഞ്ചുവും സമ്മതിച്ചു. അപ്പോഴാണ് അവർ ഒരു വലിയ ആപ്പിൾ മരം കണ്ടത്. ആപ്പിൾ മരത്തിൽ ചുവന്നു തുടുത്ത ആപ്പിളുകൾ നിറഞ്ഞു നിൽക്കുന്നു. അയ്യോ, അതാ ഒരു വലിയ ആപ്പിൾ താഴെ വീഴുന്നു! കിട്ടു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭാഗ്യത്തിന് ആപ്പിൾ അവർക്ക് ദോഷകരമാകാത്ത രീതിയിൽ കുറച്ചു ദൂരെയാണ് വീണത്. അവർക്കെല്ലാവർക്കും സന്തോഷമായി. ഒരു വലിയ വിരുന്ന് കഴിക്കാമല്ലോ! പക്ഷേ ആ ആപ്പിൾ എങ്ങനെ തങ്ങളുടെ കോളനിയിലേക്ക് എത്തിക്കും എന്നതായിരുന്നു അവരുടെ അടുത്ത പ്രശ്നം. നമുക്കെല്ലാവർക്കും കൂടി ആപ്പിൾ തള്ളിക്കൊണ്ടുപോകാൻ നോക്കിയാലോ? മിട്ടു ചോദിച്ചു. അത് കുറച്ചു പ്രയാസമുള്ള കാര്യമാണ്. ആപ്പിൾ വളരെ വലുതാണ്, ചിഞ്ചു പറഞ്ഞു. നമുക്ക് വേറൊരു വഴി കണ്ടെത്തണം. അവർ കുറച്ചുനേരം ആലോചിച്ചു. അപ്പോഴാണ് ചിഞ്ചുവിനൊരാശയം തോന്നിയത്. നമുക്ക് കോളനിയിലെ എല്ലാ ഉറുമ്പുകളെയും വിളിക്കാം. എല്ലാവരും ഒന്നിച്ചു വന്നാൽ ആപ്പിൾ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും, ചിഞ്ചു സന്തോഷത്തോടെ പറഞ്ഞു. അതൊരു നല്ല ആശയമാണല്ലോ! മിട്ടുവും കിട്ടുവും സമ്മതിച്ചു. അവർ വേഗം കോളനിയിലേക്ക് തിരിച്ചുപോയി. വഴി കണ്ട എല്ലാ ഉറുമ്പുകളോടും ആപ്പിളിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ നമുക്കുടൻ തന്നെ ആപ്പിളിന്റെ അടുത്തേക്ക് പോകാം, രാജ്ഞി ഉറുമ്പ് കൽപ്പിച്ചു. എല്ലാവരും ചിഞ്ചുവിനോടൊപ്പം പോകുക. എല്ലാ ഉറുമ്പുകളും ഒരുമിച്ച് ആപ്പിളിന്റെ അടുത്തേക്ക് യാത്ര തുടങ്ങി. അവരുടെ യാത്ര ഒരു കാഴ്ചയായിരുന്നു. നിരനിരയായി നീങ്ങുന്ന ഉറുമ്പുകൾ. കുറച്ചു സമയത്തിനകം അവർ ആപ്പിളിന്റെ അടുത്തേക്ക് എത്തി. ആപ്പിൾ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ചില ഉറുമ്പുകൾക്ക് സംശയമായി. ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോകും? ഒരാൾ ചോദിച്ചു. നമ്മളെല്ലാവരും ഒന്നിച്ചു ശ്രമിച്ചാൽ ഇത് സാധ്യമാകും, ചിഞ്ചു പറഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ഏറ്റെടുക്കാം. അങ്ങനെ ചില ഉറുമ്പുകൾ ആപ്പിൾ തള്ളാൻ തുടങ്ങി. മറ്റു ചിലർ ആപ്പിളിന്റെ അടിയിൽ നിന്ന് കല്ലുകളും മണ്ണും നീക്കം ചെയ്തു. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ചു. ഒന്നു ചേർന്ന് അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. പതുക്കെ പതുക്കെ ആ വലിയ ആപ്പിൾ ചലിക്കാൻ തുടങ്ങി. അവർ ആപ്പിൾ മെല്ലെ മെല്ലെ കോളനിയിലേക്ക് തള്ളി നീക്കി. വഴിയിൽ പല തടസ്സങ്ങളുമുണ്ടായി. പക്ഷെ അവർ പിന്മാറിയില്ല. പരസ്പരം സഹായിച്ച് അവർ മുന്നോട്ടുപോയി. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനുശേഷം അവർ ആപ്പിൾ കോളനിയിലേക്ക് എത്തിച്ചു. എല്ലാ ഉറുമ്പുകളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹുറേ, നമ്മൾ വിജയിച്ചു! അവരാർപ്പു വിളിച്ചു. രാജ്ഞി ഉറുമ്പ് ചിഞ്ചുവിനെ അഭിനന്ദിച്ചു. ചിഞ്ചു, നിന്റെ ബുദ്ധിയും നേതൃത്വവുമാണ് നമുക്കീ വിജയം സമ്മാനിച്ചത്. എല്ലാവരും നിന്നെപ്പോലെ സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്കീ വലിയ ആപ്പിൾ കൊണ്ടുവരാൻ സാധിച്ചത്. എല്ലാ ഉറുമ്പുകളും ആപ്പിളിന്റെ ചെറിയ കഷ്ണങ്ങൾ മുറിച്ച് സന്തോഷത്തോടെ കഴിച്ചു. അന്നത്തെ ദിവസം അവർക്കൊരു വലിയ ആഘോഷമായിരുന്നു. ചിഞ്ചുവിന് മനസ്സിലായി, ഒറ്റയ്ക്കൊരു വലിയ കാര്യം ചെയ്യാൻ പ്രയാസമാണെന്ന്. പക്ഷെ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ എത്ര വലിയ കാര്യവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്കെട്ടായി നിന്നാൽ നമുക്കെന്തും നേടാം, അവൻ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇതൊരു വലിയ പാഠമായിരുന്നു എല്ലാ ഉറുമ്പുകൾക്കും. അന്നുമുതൽ അവരെല്ലാ ജോലികളും ഒന്നിച്ചു ചെയ്തു. അങ്ങനെ ആ ഉറുമ്പു കോളനി കൂടുതൽ ശക്തവും സന്തോഷകരവുമായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കി? നമ്മളെല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും, അല്ലേ? എല്ലാവരും ഒന്നിച്ചു നിന്നാൽ വലിയ വലിയ സ്വപ്നങ്ങൾ പോലും നേടിയെടുക്കാൻ സാധിക്കും.